അതിലെ ഈ ടിന്ന് ഉപയോഗിച്ച് നമുക്കൊരു അടിപൊളി ചെടിച്ചട്ടി ഉണ്ടാക്കാം. ടിന്നിൻ്റെ അടപ്പുണ്ടല്ലോ, അതിൻ്റെ അടുത്തുനിന്ന് ഒരു 2 ഇഞ്ച് ഇറങ്ങിയിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്യണം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ ടിന്നിൻ്റെ അടിഭാഗം ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. ഈ എക്സോ ബ്ലേഡ് വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തേക്കണേ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് വെച്ച് മുറിക്കാനായിട്ട്. പിന്നെ ഞാൻ കത്രിക എടുത്ത് അതിൻ്റെ ഇടയിൽ കത്രിക എടുത്ത് മുറിച്ചു. എന്നിട്ട് കത്രിക എടുത്ത് മുറിച്ചപ്പോൾ വേഗം കിട്ടിയിട്ടോ. ഇതുപോലെ ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം അടപ്പൻ തുറക്കണം. തുറന്നിട്ട് ഇതുപോലെ ഈ കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ കടത്തി വയ്ക്കണം. നിങ്ങൾ ഈ അടപ്പൊക്കെ വെച്ച് കൃത്യമായിട്ട് അളവൊക്കെ എടുത്ത് വരച്ചതിന് ശേഷം കട്ട് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഇതിങ്ങനെ കടത്തി വയ്ക്കാനായിട്ട്. എനിക്കിത് ഇരട്ടിപ്പടി വന്നു. ഞാൻ രണ്ടാമത് വീണ്ടും കട്ട് ചെയ്യേണ്ടി വന്നു. ഈ അടപ്പൻ്റെ ഈ ഭാഗം വായ്ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് കടക്കണുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും കട്ട് ചെയ്യേണ്ടി വന്നു. അതിങ്ങനെ കടത്തി വെച്ചതിന് ശേഷം ഈ അടപ്പൻ അതിൻ്റെ മുകളിൽ ഇട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ അത് താഴേക്ക് പോവില്ല. ഇനി വേണമെങ്കിൽ നമുക്കിതിൽ ചെടി വയ്ക്കാം. ഇതിന് വേണമെങ്കിൽ കളറൊക്കെ കൊടുക്കാം, പെയിൻ്റൊക്കെ അടിക്കാം, അടിയിൽ നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ളൊരു ചട്ടി വെക്കാം. അപ്പോൾ എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടമായി. അത് കാരണം കൊണ്ട് ഞാൻ വേറെ പെയിൻ്റൊന്നും അടിച്ചില്ല. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ ചെടി വയ്ക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.